എക്സ് ടെറിട്ടറി ഡയറക്ടഡ് ബൈ ജുബർ. ഈ ഒരു മൂവി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ഒരു മാസം അങ്ങനെ എന്തോ ആയി. പക്ഷെ അത് ആരും അങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടില്ല മലയാളത്തിൽ. ഫുള്ളി ഹിന്ദി, അങ്ങനത്തെ ഹിന്ദി ഇംഗ്ലീഷിലൊക്കെ റിവ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ മൂവിയാണ്, ജർമ്മൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തിട്ടുള്ള വെർഷൻ നെറ്റ്ഫ്ലിക്സിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ആരെങ്കിലും എല്ലാത്തിലും സബ്ടൈറ്റിൽ ഉണ്ടാവും, അതിനും പ്രശ്നമില്ല. പക്ഷെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്ലോട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു സിനിമയിൽ ഒരു എന്താ ഇതിന് മുന്നേ മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലേഡി, മുപ്പത്തിയേരെ മോനെ കാണാതാവണതാണ്. ഞാനത് ഒരു സിനിമ മൊത്തം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് തീരുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഈ പെണ്ണാണ്ട് കയറി, പെണ്ണും കുട്ടിയും കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്ക് ഇറങ്ങണില്ല. സിനിമ ഉടനീളം അവിടെ തന്നെയാണ് 1.25 മണിക്കൂറൊക്കെയാണ് സിനിമ ഉള്ളത്. അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ഷൻ ത്രില്ലർ എന്നാണ് പറയുന്നത്. പക്ഷെ കുറെ കൂടി സർവൈവൽ ത്രില്ലർ എന്ന് ആ ഒരു ജോണറിൽ പെടുത്താനാവും നല്ലത്. കാരണം ഇതിൽ ആക്ഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു സർവൈവൽ മൂവിയാണ്. അതും കൂടിയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ബോറടി എന്ന് പറഞ്ഞ ഒരു സാധനേ ഒരു പടത്തിലില്ല. സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനത്തെ മൂവി എടുക്കുന്ന സമയത്ത് തീരെ ക്ലീഷേ ആവാതെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നല്ല. അപ്പൊ അതേപോലത്തെ ഇത് ആക്ഷൻ, ഇത് ഞാൻ ആദ്യം പറയാം. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടീനാണല്ലോ കാണാതെ, കുട്ടീന്റെ അമ്മ ഉണ്ടല്ലോ. ഈ അമ്മ എന്ന് പറഞ്ഞതിന് മുന്നേ നേരത്തെ പറഞ്ഞ പോലെ ഈ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഭയങ്കര സിംഗിൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിലൊക്കെ ഭയങ്കര ട്രെയിനിങ് എടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഒന്നാമത് ഫിറ്റ്നസിന്റെ പോട്ടെ, പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയി നമുക്ക് ഫീൽ ചെയ്യണം, ഇത് അങ്ങനെയാണ്, ആ പറഞ്ഞൊക്കെ ശരിയാണെന്നുള്ള ഒരു ഫീൽ നമുക്ക് വേണം. അല്ലാതെ നമ്മളത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് വലിയ കമാൻഡോ ഒന്നും പറഞ്ഞിട്ട് മൊണ്ണ സ്ഥാനത്തിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പടം മൊത്തം പോകും. പക്ഷെ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ഗംഭീര പെർഫോമൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒന്നാമത് ഭയങ്കര ഫിറ്റ്നസ് ആണ്. ആ ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ ഫിറ്റ്നസ് ഉള്ള ആൾക്ക് പൊതുവെ ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ആക്ട്രസിന് ഉണ്ടായിരുന്നു. അതേപോലെ പക്ഷെ അത് മാത്രമല്ല, അതല്ലാതുള്ള പെർഫോം ചെയ്യാനുള്ള സമയത്തൊക്കെ ട്യൂട്ടിലും പെർഫോമൻസ് ചെയ്യുന്നു. അപ്പൊ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനീളം ഒരു സെക്കൻഡ് പോലും എനിക്ക് പേഴ്സണലി ബോർ അടിച്ചിട്ടില്ല. പിന്നെ പ്രഡിക്റ്റബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലെ പ്രഡിക്റ്റബിലിറ്റി വരുന്നുള്ളൂ. മറ്റേ ഈ ക്ലൈമാക്സിലൊക്കെ വരുന്ന സംഭവം ഒന്നും നമ്മൾ മുൻകൂട്ടി കാണാത്ത ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ മനസ്സിലായില്ലേ. പിന്നെ എന്തായാലും അവസാനം നായികയാണെങ്കിൽ ജയിക്കുക, അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രഡിക്റ്റബിൾ ആണ്. വില്ലന്മാർ വരും ജയിക്കണില്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഞാൻ പറയില്ല, ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കാണേണ്ട പാടില്ല. ഇത് നമുക്ക് ഈ സിനിമ ബോറടിക്കരുത്, അതേപോലെ തന്നെ ക്ലീഷേ സാധനം ആവരുത്. ഇത് രണ്ടോ നോക്കിയാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ അതങ്ങനെ സംഭവിക്കുക, ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവസാനം നായകനെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ സിനിമയിലും നായകൻ അല്ലെങ്കിൽ നായിക തന്നെ ജയിക്കുക. അപ്പൊ അങ്ങനത്തെ പ്രഡിക്റ്റബിലിറ്റി അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ടെൻഷൻ അടിക്കുന്ന ത്രില്ലിങ് സാധനങ്ങൾ ഈ സിനിമയിൽ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു ക്ലീഷേ ആയി പോകേണ്ട ഒരു പടമായിരുന്നു, കാരണം എടുത്തോണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ എക്സ് ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞ ഈ സിനിമ ഡെഫിനറ്റ്ലി കാണാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ആക്ഷൻ സീക്വൻസ് സൂപ്പറാണ്. ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞത് ഈ വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഇല്ല. അതായത് ഈ എന്താ പറയുക, മറ്റേ ഇങ്ങനെ മുറിക്കലും ചോര അങ്ങനെ തൂറ്റലും തല അങ്ങനെ പോകലും അങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് അല്ല. അതല്ലാതുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഇതിൽ കിട്ടുവാണ്. മനസ്സിലായി, നല്ല രസമാണ് ഇത് ആക്ഷൻ സീക്വൻസ് കാണാൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ നടി ഗംഭീര ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരാ, വെറൈറ്റി ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ബാക്കി ഫൈറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഫൈറ്റേഴ്സ് കിട്ടുമായിരുന്നു. ഭയങ്കര സ്പീഡിലുള്ള ആക്ഷൻ സീക്വൻസ്, എന്താ സംഭവിക്കുന്നത് കാണാൻ പറ്റാത്ത അങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനം തന്നെ ഈ സിനിമയിലുണ്ട്. പക്ഷെ അങ്ങനെ കുറെ ആക്ഷൻ സീക്വൻസ് ഇല്ല, ഒരു 4-5 എനിക്ക് തോന്നുന്നു 3-4 മെയിൻ ആക്ഷൻ സീക്വൻസിൽ ഒരു 3-4 ആക്ഷൻ സീക്വൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊരു പാസ്റ്റ് പറയുമ്പോഴൊക്കെ ഈ ഒരു ആക്ട്രസിന്റെ പാസ്റ്റ് പറയുന്ന സമയത്തൊക്കെ വേഗം അത് നമുക്ക് മനസ്സിലാവുണ്ട്, വേഗം മിന്നായം പോലെ ഇങ്ങനെ പാസ്റ്റ് കാണിക്കുള്ളൂ. പക്ഷെ അത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് എന്താണ് ഇതിന് മുന്നേ നടന്നത് എന്നുള്ളത്. ആ ഒരു ആക്ട്രസ് ഈ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് പക്ഷെ വല്ലാതെ കാണിക്കാതെ തന്നെ നമുക്ക് ഈ സിനിമ പറഞ്ഞു തരുന്നത്. അപ്പം പൊതുവെ പാസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഭയങ്കര ബോറടി വരും, അതും ഈ സിനിമയിൽ ഇല്ല. അതുകൊണ്ട് ത്രൂ ഔട്ട് എനിക്ക് പേഴ്സണലി സിനിമ എൻഗേജിംഗ് ആയിട്ടാണ് തോന്നിയത്. സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സ് ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞ ഒരു മൂവി കണ്ടിട്ടുള്ളവർ നടന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.